എനിക്കിതിനെപ്പറ്റി മുഴുവൻ സംഭവവികാസങ്ങളെയും ആലോചിക്കുമ്പോഴും ഐഷിയെ തേടി ഡൽഹി പോലീസ് വരുമ്പോഴും എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് MS ഗോൾവാക്കറുടെ വാക്കുകളാണ്. അത് ഹിന്ദുസ് ഡോൺ വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ്, സേവ് യുവർ എനർജി ടു ഫൈറ്റ് അവർ ഇൻറ്റേർണൽ എനിമീസ് ദാറ്റ് ആർ മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റാണ് ഐഷി ഘോഷ് എന്നുള്ളതാണ്. പിന്നെ മലയാളത്തിലെ ഒരു കവിവാക്യം കൂടെ ഞാൻ അങ്ങ് പറയാം. അത് കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ആരോ തളിരിന് പൂവരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. കാലചക്രം മുഴുവൻ ഉരുളും സനീഷേട്ടാ. പക്ഷേ RSSന് മാത്രം ഇത്രയും കാലചക്രം ഉരുണ്ടിട്ടും ഒരു വ്യത്യാസവും ഞാൻ മുകളിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വന്നിട്ടില്ല. ഒരു വ്യതിചലനവും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് അവരുടെ സങ്കുചിതമായ ആ രാഷ്ട്രീയം അവർ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വർത്തമാന ഇന്ത്യയിലും അത് തന്നെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിലവിൽ ജന്തർ മന്ദിറിലെ ഏറ്റവും ആ ചരിത്രപ്രധാനമുള്ള ആ പ്രക്ഷോഭത്തിനൊടുവിൽ അമ്പയെ തോറ്റ് പരാജയപ്പെട്ടപ്പോൾ അവർ 30 വയസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരിയായ ഐഷി ഘോഷിനെ തേടി വരുന്നു എന്നുള്ളതാണ്. ഇത് തുടക്കത്തിൽ സനീഷേട്ടൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ നമുക്ക് ഈ CPM എന്നുള്ള ഒരു പാർട്ടിക്ക് എത്രയാണ് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ജയപ്രാതിനിധ്യം വളരെ കുറവാണ്. അതിൻ്റെ ഒരു ആശങ്കയൊക്കെ അവർക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇത്രയും വിരലിലെണ്ണാവുന്ന ആളുകളെയാണ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിലും അവർ ഭരണഘടനയ്ക്ക് അനുസൃതമായും നീതിയുക്തമായും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്കും അതിനെ ഇപ്പോഴും അനുകൂലിക്കുന്നവരും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്കും ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ബ്രിട്ടാസ് സംസാരിക്കുമ്പോഴും ഐഷി ഘോഷി ജന്തർ മന്ദറിൽ സംസാരിക്കുമ്പോഴും ആ സമരത്തിൽ പങ്കെടുക്കുമ്പോഴും അതിനു മുമ്പ് അവർ JNUവിലെ നടത്തിയ വലിയ ഐതിഹാസികമായ എന്ന് വെച്ചാൽ ആ JNU കോളേജിൻ്റെ ചരിത്രത്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലുള്ള സമരം നടത്തുമ്പോഴൊക്കെ ഈ സഖാക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് എഴുതിയിടും, കനലൊരു തരിമതി എന്നുള്ളത്. ഇപ്പോൾ ബ്രിട്ടാസിനാണെങ്കിലും ഐഷി ഘോഷിനാണെങ്കിലും ആ വാക്ക് അത്രയധികം യോജിക്കുന്നു എന്ന് കരുതുന്നവരാണ് ഇവിടെയുള്ള ഇടതുപക്ഷ വിശ്വാസികളെല്ലാം എന്നുള്ളത് ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ഇമേജാണ് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ശരിക്കും എനിക്കും ആലോചിക്കുമ്പോൾ ശരിയാണ്, ഐഷി ഘോഷിന് തീർച്ചയായും അവർ തീയായി ആളുവാനും അവർക്ക് കനലായി എരിയുവാനും ഉള്ള അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ളതും അവർക്കൊരു സംഘടനാ ബോധവുമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ്, ഒരു യുവതിയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിരിക്കുന്നത്. 30 വയസ്സേ അവർക്ക് പ്രായമുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു പ്രായമുള്ള സ്ത്രീ എന്നുള്ളത് അവരെ ഈ ഞാൻ വീണ്ടും പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവർ കനലായി എരിയുന്ന പോലെ. കനൽ അങ്ങനെ അണയുന്നില്ലല്ലോ, തീയാകുമ്പോൾ ആളി കത്തും, അതിനുശേഷം അത് അണഞ്ഞങ്ങ് പോകും. പക്ഷെ കനലിങ്ങനെ ഇരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അവർക്ക് ആ കൺസിസ്റ്റൻസി പൊതുമണ്ഡലത്തിലേക്ക്, രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലേക്ക് അവർ പ്രവേശിച്ചത് മുതൽ അവർക്ക് ആ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർ 13 വർഷത്തിന് ശേഷമാണ് JNUവിൽ SFI ഒരു ഭരണം യൂണിയൻ പിടിക്കുന്നത് എന്നുള്ളത്. അത് ഇവരുടെ നേതൃത്വത്തിലാണ്. അതിനുശേഷം തന്നെ അവർ ആ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തന്നെ അവിടുത്തെ ഹോസ്റ്റൽ പ്രശ്നങ്ങളിലാണ് അവർ ഇടപെട്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ഫീസ് വർധനയ്ക്കെതിരെയാണ് സമരം നടത്തിയത്. അതിനുശേഷമാണ് നമ്മളെല്ലാവരും രാജ്യത്തിൻ്റെ ആകമാനം ശ്രദ്ധയിൽ വന്ന RSSൻ്റെ ആളുകൾ അവിടെ കയറി ആക്രമിക്കുകയും അവരുടെ തല വെട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ പോലും അവർ സമരത്തിന് വന്നതൊക്കെ കാണുന്നു. അപ്പോൾ അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയം പറഞ്ഞു പോകാനും നിൽക്കുവാനും നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ബോധ്യം ഈ CJP പ്രവർത്തകർക്കടക്കം ഉണ്ട്. ഒരു വലിയ സമരം പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരാവശ്യപ്പെട്ടിരിക്കുന്നത്, അതായത് MABB വിളിച്ചോ അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐഷി ഘോഷിൻ്റെ സാന്നിധ്യമാണ്. അത് എന്തുകൊണ്ടാണ്? അത് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത് അവരുടെ സംഘടനാ ബോധമുള്ളത് കൊണ്ടുമാണ്. ഈ CJPക്ക് സത്യത്തിൽ ഒരു പ്രത്യയശാസ്ത്രരാഹിത്യമുണ്ട്, അവർക്കൊരു സംഘടനാ ശൂന്യതയുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഇപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് കാണും. പക്ഷേ അവർ ആ കുറവ് പരിഹരിക്കുവാൻ വേണ്ടി ആദ്യം തേടിയത് ഐഷി ഘോഷിനെയാണ്. അപ്പോൾ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ 2019 മുതലാണ് അവർ മുഖ്യധാരയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങുന്നത്, അങ്ങനെയല്ലേ JNUവിൽ വന്നതിന് ശേഷം. പക്ഷെ അപ്പോൾ മുതൽ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ രാഷ്ട്രീയം, അവർ ഉയർത്തിപ്പെടുക്കുന്ന മൂല്യങ്ങൾ, അവർ എതിരെ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നവർക്കറിയാം അവരെങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനാ ശൂന്യതയും മറ്റൊന്ന് പ്രത്യയശാസ്ത്രരാഹിത്യവും, ഇത് രണ്ടും കാര്യങ്ങളും ലാക്ക് ചെയ്യുന്ന CJP അതുകൂടി ചേർത്ത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഐഷി ഘോഷിനെയാണ് CJP തേടിയെത്തിയത്. ആ ബോധം, ആ കാര്യം ഇവിടെയുള്ള ചിലർ അംഗീകരിക്കാൻ മുതിരുന്നില്ല. പക്ഷേ RSSും ഓർഗനൈസറും ഒക്കെ ഇത് ഉറപ്പിച്ചിട്ട് നേരത്തെ അങ്ങ് ഓർഗനൈസറിലൊരു ലേഖനവും മുഖ്യശത്രുവായിട്ട് ഇവരെയും കണ്ട് ഇവരുടെ പ്രാതിനിധ്യം അവിടെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ കേന്ദ്രത്തിന് കീഴിലുള്ള
ഈ പോലീസിന് വേണ്ടി നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്, RSSൻ്റെ ഇച്ഛക്കനുസരിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നു, അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ പോലീസ് ഐഷി ഘോഷിയെ തേടി വന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ വീണ്ടും കുറച്ച് ഒരു കമ്മ്യൂണിസ്റ്റിനെ കൂടെ തേടി വന്നിരിക്കുന്നു അവർ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റായി സത്യത്തിൽ മറ്റാരുടെയും എന്താ പറയുക, മറ്റാരുടെയും നമ്മൾ നിങ്ങളുടെ ആരുടെയും എനിക്ക് ചീട്ട് വേണ്ട എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അല്ലാത്ത പക്ഷം അങ്ങനെ അല്ലാത്ത ആരുടെയും ശുപാർശ വേണ്ട, അങ്ങനെ അല്ലാത്ത പക്ഷം ഐഷി അവരുടെ രാഷ്ട്രീയം വീണ്ടും വീണ്ടും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അത് ഇവിടെയുള്ള മുഴുവൻ ഇടതുപക്ഷ ആളുകൾക്കും അവർ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ദാ കനലൊരു തരി എന്ന് ഉയർത്തി കാണിക്കാൻ ഐഷി ധാരാളമാണെന്നാണ് തോന്നുന്നത്. ഐഷിയെ പിന്തുടർന്ന് തീർച്ചയായും മറ്റുള്ളവരും ഇപ്പോഴുള്ളവരും കൂടുതൽ ഈ രാഷ്ട്രീയം പറയുന്നുള്ളതാണ്. അതുകൊണ്ട് ഇടത് രാഷ്ട്രീയത്തിന് കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ വിസിബിലിറ്റിയും വരുന്ന ഒരു കാലത്താണ് നമ്മളടക്കമുള്ളതെന്നാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്.